അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വീണ്ടും ഒരു മുട്ടക്കറിയാണ്. നമുക്ക് മുട്ടക്കറി വീണ്ടും ഒന്ന് സിമ്പിളായിട്ട് വെച്ച് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് സബോള, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു 10-12 എടുത്തിട്ടുണ്ട്. സവോള 2. പാനിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ എല്ലായിടമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അതൊന്ന് വേകട്ടെ. അപ്പം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മീറ്റ് മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം മതി. ഒക്കെ മുട്ടയ്ക്ക് ചാറിന് വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചു. പിന്നെ ഒന്നും കൂടെ ഒന്ന് വേകട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടെ ഉപ്പ് വേണം. ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. മുട്ട ഇങ്ങനെ നടുവേ കണ്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കമ്മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മഞ്ഞ ഇളകി പോകാതിരിക്കും. ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ മസാല, ഉപ്പും മുളകൊക്കെ മുട്ടയിൽ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഫിനിഷ് ആവും. നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ്. അണ്ടേ നോക്കൂ, നമ്മുടെ മുട്ടക്കറി ഫിനിഷിങ് സ്റ്റേജായി. ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഇതിൽ മുളക് പൊടി ഇടാതെ പച്ചമുളക് ഇടുകയാണെങ്കിൽ നമുക്ക് മഞ്ഞ കളറിൽ ഇത് തന്നെ സെയിം കറിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും ഫോളോ ചെയ്തോട്ടോ.